നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. ഡയറ്റ് നോക്കുന്ന സമയത്ത് എല്ലാവർക്കും തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ നമ്മുടെ മെനുവിൽ നിന്ന് ഒഴിവാക്കേണ്ട അവസ്ഥ വരാറുണ്ടല്ലേ? പക്ഷെ ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള ഒരു ഫുഡ് നമ്മുടെ മെനുവിൽ ആഡ് ചെയ്യുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കസ്കസ് പുഡിംഗ് ആണ്. ഇത് വെയിറ്റ് ലോസിന് സഹായിക്കും എന്ന് മാത്രമല്ല, മറ്റൊരുപാട് ബെനിഫിറ്റ്സും ഉണ്ട് ഈ ഒരു പുഡിങ്ങിന്. അപ്പൊ എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ പുഡിംഗ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വീഡിയോ കാണാം. വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഈ പുഡിംഗ് തയ്യാറാക്കാൻ നമുക്ക് ആകെ വേണ്ടത് മൂന്ന് ചേരുവകളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള 3 ചേരുവകൾ എന്ന് നോക്കാം. പ്രധാനമായിട്ട് വേണ്ടത് കസ്കസ് ആണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നത് മൂലം വിശപ്പ് കുറയുകയും അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കാനും സഹായിക്കും. ഇതിൽ 5 ഗ്രാം കാർബ്സും 2 ഗ്രാം ഫൈബറും 11 ഗ്രാം പ്രോട്ടീനുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു പെർഫെക്റ്റ് വെയിറ്റ് ലോസ് മിക്സ് ആണ്. അടുത്തതായിട്ട് വേണ്ടത് 1 ഗ്ലാസ് ബദാം മിൽക്കാണ്. ബദാം മിൽക്കിൽ കലോറി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. മാത്രമല്ല, ഇത് ഡെയിലി കഴിച്ചാൽ ഹൃദ്രോഗം വരാതിരിക്കാനും ഡയബറ്റീസ് വരാതിരിക്കാനും സഹായിക്കും. മാത്രമല്ല, ഇതിൽ കൂടിയ അളവിൽ വൈറ്റമിൻ ഡി ഉണ്ട്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഇത് ഡെയിലി കഴിക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് വേണ്ടത് അൺസ്വീറ്റേൺഡ് കോക്കോ പൗഡർ ആണ്. അൺസ്വീറ്റേൺഡ് കോക്കോ പൗഡർ ആയതുകൊണ്ട് തന്നെ കലോറിയും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വെയിറ്റ് കുറയാനായിട്ടും സഹായിക്കും. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ച് അടിച്ചാലും മതിയാകും. പക്ഷെ ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇത് പകർത്തി ഒഴിക്കാനായിട്ട് ഒരു ഗ്ലാസ് എടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ബദാം മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റ് 1 ഗ്ലാസ്സിനാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 3 ടേബിൾ സ്പൂൺ കസ്കസ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ എടുത്താലും മതിയാകും. അപ്പോൾ ഞാനിവിടെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് തണുക്കാനായിട്ട്. ഞാനിവിടെ 4 മണിക്കൂർ മാത്രമാണ് ഫ്രിഡ്ജിൽ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രാത്രി മുഴുവൻ വെച്ചാൽ അതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ 4 മണിക്കൂറിന് ശേഷം ഞാൻ നമ്മുടെ കസ്കസ് പുഡിംഗ് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ചോക്ലേറ്റ് ലുക്കാണ് ഇതിനുള്ളത്. ഇതിലിപ്പോൾ ഞാൻ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അല്ലാതെ തന്നെ വളരെ നല്ല ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. ഹെൽത്തിയാണ്, അതുപോലെ ടേസ്റ്റിയുമാണ്. ഇനി ഇതിലേക്ക് ഞാൻ അല്പം മധുരത്തിനായിട്ട് തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ തേൻ മാത്രമാണ് ചേർക്കുന്നുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് കഴിക്കാം. അപ്പോൾ വെയിറ്റ് ലോസിനെ സഹായിക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നിങ്ങളും വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.